കോൺഗ്രസിലെ ഫോൺ സംഭാഷണ വിവാദത്തിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള KPCC അന്വേഷണ കമ്മീഷൻ ഇന്ന് മൊഴിയെടുക്കും. സംഭവത്തിൽ നടപടി നേരിട്ട ജലീൽ പാലോട് രവിയുടെ വീട്ടിലെത്തി മാപ്പപേക്ഷിച്ചു. ജലീലിന് പറയാനുള്ളത് അന്വേഷണ കമ്മീഷനോട് പറയാം എന്നായിരുന്നു പാലോട് രവിയുടെ പ്രതികരണം. എന്നാൽ തന്റെ മാപ്പ് പാലോട് രവി സ്വീകരിച്ചുവെന്ന് ജലീൽ പറയുന്നു. ജലീൽ KPCC ഓഫീസിലെത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ടാണ് എന്നെ സ്വീകരിച്ചത്. തെറ്റിയ പറ്റിന് ഞാൻ മാപ്പ് ചോദിച്ചു, അദ്ദേഹം എനിക്ക് മാപ്പ് തന്നു. വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. എനിക്ക് അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എൻ്റെ സത്യം പറഞ്ഞ എൻ്റെ നെഞ്ചിലെ ഒരു കല്ല് ഇറങ്ങി എന്ന് തന്നെ ഇപ്പം പറയാം. അന്വേഷണ കമ്മീഷനോട് സംസാരിക്കാൻ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് എനിക്ക് കത്ത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ജലീലിന് എന്നുള്ള പരാതി രേഖാമൂലം എഴുതി ഓഫീസിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. KR സാജു വിവരങ്ങളുമായി ചേരുന്നു. സാജു, ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണല്ലോ. അന്വേഷണ കമ്മീഷന് മുമ്പിൽ മൊഴി നൽകാൻ സ്വമേധയാ എത്തുകയാണോ ഇയാൾ? അന്വേഷണ കമ്മീഷന് മുന്നിൽ ജലീലിന് എന്തായാലും മൊഴി നൽകാൻ കഴിയില്ല. പക്ഷേ ഇന്നാണ് KPCCയുടെ അച്ചടക്ക സമിതിയുടെ ചെയർമാനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സമിതി ഇതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പ് ആരംഭിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന DCC ഓഫീസിലേക്ക് അല്പസമയത്തിനകം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എത്തിച്ചേരും. അതിനു മുന്നോടിയായിട്ടാണ് ജലീൽ ഒരു നാടകീയ നീക്കം നടത്തിയത്. ഇന്ന് രാവിലെ പാലോട് രവിയുടെ വീട്ടിൽ മുൻകൂട്ടി അറിയിക്കാതെ പാലോട് രവിയെ കാണാനായി എത്തുകയായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള മനസ്ഥിതിയിൽ ഒന്നും ആയിരുന്നില്ല പാലോട് രവി ഉണ്ടായിരുന്നത്. പക്ഷേ വീട്ടിലെത്തിയ ഒരാളോട് മടക്കി അയക്കുക എന്നത് ശരിയായ കാര്യമല്ലാത്തതിനാൽ അദ്ദേഹവുമായി സംസാരിക്കാൻ പാലോട് രവി തയ്യാറാവുകയായിരുന്നു എന്നാണ് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത്. ഇതിനിടയിൽ 3 തവണ ജലീൽ മാപ്പ് എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ KPCC അന്വേഷണ സമിതിയിൽ പോയി പറയൂ, എനിക്കൊന്നും കേൾക്കേണ്ടതില്ല എന്ന ഒരു നിലപാടായിരുന്നു ഈ വിഷയത്തിൽ പാലോട് രവി സ്വീകരിച്ചത്. അതിനുശേഷം അവിടുന്ന് മടങ്ങിയ ജലീൽ മാധ്യമങ്ങളോട് നമ്മളെ കാണുമ്പോൾ പറഞ്ഞത് തൻ്റെ മാപ്പപേക്ഷ പാലോട് രവി സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല വസ്തുത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഇപ്പോൾ KPCC ഓഫീസിൽ എത്തിയിട്ടുണ്ട് ജലീൽ. KPCC ഓഫീസിൽ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉണ്ട്. സണ്ണി ജോസഫിനെ കാണാനായി ഊഴം കാത്തിരിക്കുകയാണ്. സണ്ണി ജോസഫിനും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ രേഖാമൂലം ജലീൽ നൽകിയേക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയതിനാൽ ജലീലിൽ നിന്നും അന്വേഷണ സമിതി തെളിവെടുക്കില്ല. പകരം ജലീലിന് പറയാനുള്ളതൊക്കെ ഒരു കത്തായി നൽകാനാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് കൈമാറുകയും ചെയ്തു. പാലോട് രവി ഒഴികെയുള്ളവരിൽ നിന്നാണ് ഇന്ന് KPCC അച്ചടക്ക സമിതിയുടെ ചെയർമാൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്ന് മൊഴി രേഖപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും പാലോട് രവിയിൽ നിന്നും വിശദാംശങ്ങൾ അന്വേഷണ സമിതി ആരായുകയും ചെയ്യുക. ഏതായാലും വേഗത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് KPCC അധ്യക്ഷൻ. കാരണം ഈ ഫോൺ സംഭാഷണം പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചനകൾ ഉള്ളതായി പാർട്ടി നേതൃത്വം സംശയിക്കുന്നുണ്ട്. അതുകൂടി അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ പേർക്കെതിരെ നടപടിയെടുക്കേണ്ടതുണ്ടോ എന്ന കാര്യമൊക്കെ പരിശോധിക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ അന്വേഷണ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. അജിംസ്, ശരി.